എന്തുകൊണ്ടാണ് ആളുകൾ ഒരേ തരത്തിലുള്ള ആളുകളെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? അതായത് നമ്മുടെ പൂർത്തിയാകാത്ത കുടുംബാനുഭവങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന്. അതായത് അവർക്കിനി എന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവരെന്നെ ഒഴിവാക്കുകയാണ്, ഈ ബന്ധം അവസാനിക്കുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആളുകളെ കണ്ടുമുട്ടുകയാണോ അതോ നമ്മുടെ പഴയ അനുഭവങ്ങളെയാണോ നമ്മൾ കണ്ടുമുട്ടുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഒരു മെസ്സേജിന് മറുപടി നൽകാൻ ഏതാനും മണിക്കൂറുകൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? മെസ്സേജ് അയക്കാൻ വൈകി, അല്ലെങ്കിൽ റിപ്ലൈ അയക്കാൻ വൈകി, പക്ഷെ ഉള്ളിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അതായത് അവർക്കിനി എന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവരെന്നെ ഒഴിവാക്കുകയാണ്, ഈ ബന്ധം അവസാനിക്കുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. അതായത് പുറത്ത് സംഭവിച്ചതിനേക്കാൾ വലിയ പ്രതികരണം ഉള്ളിൽ നടക്കും. എന്തുകൊണ്ടായിരിക്കാം അത്? അതിന് കാരണം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തോട് മാത്രമല്ല പ്രതികരിക്കുന്നത്, പഴയ അനുഭവങ്ങളും അതിനൊപ്പം പ്രതികരിക്കുന്നു. സൈക്കോളജിയിലെ ഒരു പ്രധാന ആശയമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ പൂർത്തിയാകാത്ത അനുഭവങ്ങൾ അത് നമ്മൾ മറ്റുള്ളവരിൽ കാണാൻ തുടങ്ങുന്നു. അവരുടെ പെരുമാറ്റത്തിന് നമ്മൾ നമ്മുടെ ആ പഴയ അർത്ഥം കണ്ടെത്താൻ തുടങ്ങുന്നു. അവർ ചിലപ്പോൾ തിരക്കിലായിരിക്കാം, പക്ഷേ നമ്മളതിന് പല അർത്ഥങ്ങൾ കണ്ടെത്തും. അതായത് അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ ഉപേക്ഷിക്കും തുടങ്ങി നിരവധി അർത്ഥങ്ങൾ നമ്മുടെ മനസ്സ് പുതുതായി കണ്ടെത്തും. അവിടെ നമ്മൾ ആളുകളെ കാണുന്നില്ല, പകരം നമ്മുടെ പഴയ മുറിവുകളുടെ കണ്ണാടിയിലൂടെയാണ് അവരെ കാണുന്നത്. മാർക്ക് വോളിൻ പറയുന്ന ഒരു പ്രധാന ആശയമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഇറ്റ് ഡിഡിൻറ്റ് സ്റ്റാർട്ട് വിത്ത് യു എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണത്. അതായത് നമ്മുടെ പൂർത്തിയാകാത്ത കുടുംബാനുഭവങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന്. ചിലപ്പോൾ നമ്മുടെ പങ്കാളി ആയിരിക്കില്ല യഥാർത്ഥ പ്രശ്നം, നമ്മുടെ ഉള്ളിലെ പഴയ മുറിവുകളെ സ്പർശിക്കുന്ന ആ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ചെറിയ സംഭവങ്ങൾ പോലും വലിയ വികാരങ്ങൾ ഉണ്ടാക്കുന്നത്. മാർക്ക് വോളിൻ തൻ്റെ പുസ്തകത്തിൽ ഡാൻ എന്നൊരാളുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. ഡാൻ നിരന്തരം ഭാര്യ നാൻസിയെക്കുറിച്ച് ഒരേ പരാതി പറയുമായിരുന്നു. അതായത് അവൾ എന്നെ നിയന്ത്രിക്കുന്നു, എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് അവൾ കാരണം ശ്വാസം മുട്ടുന്നു തുടങ്ങി നിരവധി പരാതികൾ. അപ്പോൾ അവൻ വിശ്വസിച്ചിരുന്നത് പ്രശ്നം ഭാര്യയാണ് എന്നാണ്. പക്ഷേ തെറാപ്പിയിൽ സംസാരിച്ചപ്പോൾ മറ്റൊരു കഥയാണ് പുറത്തു വന്നത്. കുട്ടിക്കാലത്ത് അവൻ്റെ അമ്മ വളരെ നിയന്ത്രിക്കുന്നൊരു വ്യക്തിയായിരുന്നു. എല്ലാ തീരുമാനങ്ങളിലും ഇടപെടും, എല്ലാം വിമർശിക്കും. ഡാൻ ഒരിക്കലും സ്വതന്ത്രനായിട്ട് അനുഭവിച്ചിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാൻസി യഥാർത്ഥത്തിൽ അമ്മയല്ല എങ്കിൽ കൂടിയും ഡാൻ്റെ മനസ്സ് നാൻസിയെ അമ്മയുടെ അനുഭവത്തിലൂടെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും പഴയ മുറിവ് വീണ്ടും തുറക്കുകയാണ് ഉണ്ടായത്. അവിടെ നാൻസി മാറേണ്ടതായിരുന്നില്ല പ്രശ്നം, ഡാൻ തൻ്റെ അനുഭവം തിരിച്ചറിയേണ്ടതായിരുന്നു. ഇനി മറ്റൊരു ഉദാഹരണത്തിൽ ഒരു സ്ത്രീ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്, ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹം ജോലിക്ക് പോകുന്നു, വൈകിട്ട് ക്ഷീണിച്ചു വരുന്നു, അത്രമാത്രം. പക്ഷേ അവളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് മറ്റൊരു ചിന്തകളാണ്, അല്ലെങ്കിൽ അതിന് മറ്റൊരർത്ഥമാണ് അവൾ കൊടുക്കുന്നത്. അതായത് എന്നെ ആരും കാണുന്നില്ല, എന്നോടാരും സംസാരിക്കുന്നില്ല. അപ്പോൾ തെറാപ്പിയിൽ സംസാരിച്ചപ്പോൾ കുട്ടിക്കാലത്ത് അവളുടെ വികാരങ്ങൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് മനസ്സിലായി. അതായത് അവളോട് ഇപ്പോൾ കരഞ്ഞാലും അല്ലെങ്കിൽ ഭയപ്പെട്ടാലും അതിനൊന്നും വലിയ വില മറ്റുള്ളവർ കൊടുത്തിരുന്നില്ല. അപ്പോൾ അവളുടെ ഉള്ളിലെ കുട്ടി ഇന്നും ചോദിക്കുകയായിരുന്നു, അതായത് ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ഭർത്താവ് വൈകി വരുമ്പോൾ ഇന്നത്തെ സാഹചര്യമല്ല അവളെ വേദനിപ്പിക്കുന്നത്, കാണപ്പെടാത്ത ആ പഴയ കുട്ടിയാണ് വീണ്ടും ഉണരുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഒരേ തരത്തിലുള്ള ആളുകളെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? ചിലർ ഒരേ തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകും, വീണ്ടും അവരെ അവഗണിക്കുന്ന ആളുകളിലേക്ക്, അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക്
അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ആളുകളിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇത് യാദൃശ്ചികമാണ്. സൈക്കോളജി പറയുന്നത് അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നാണ്. അതായത് നമ്മുടെ മനസ്സ് പരിഹരിക്കപ്പെടാത്ത അനുഭവങ്ങളെ വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കും. ഇത്തവണ അത് ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണത്. പക്ഷേ അവബോധമില്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിവില്ലെങ്കിൽ ആ പഴയ കഥ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി നമ്മുടെ കണ്ണാടിയായിരിക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, അപ്പം എല്ലാ പ്രശ്നവും എൻ്റേതാണോ എന്ന്. അല്ല, ബന്ധത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങളുണ്ടാവാം, മറ്റേ വ്യക്തിയുടെ തെറ്റുകളും ഉണ്ടാവാം. പക്ഷേ ഓരോ സംഭവവും നമ്മളിലുണ്ടാക്കുന്ന പ്രതികരണം, അതിൻ്റെ തീവ്രത, അതാണ് ഇവിടെ പ്രധാനമായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പഴയ അനുഭവങ്ങളുമായിട്ട് ഇതിന് ബന്ധങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഒരേ സംഭവം ഒരാൾക്ക് ഒരു രീതിയിൽ തോന്നുമ്പോൾ മറ്റേയാൾക്ക് മറ്റൊരു രീതിയിൽ അനുഭവിക്കുന്നത്. നമുക്കിതിൽ ചെയ്യാവുന്നത് ഒരു പേപ്പർ എടുത്ത ശേഷം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാം. അതായത് നമ്മുടെ പങ്കാളിയെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന ആ പരാതി എന്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, അയാൾ എന്നെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൻ എന്നെ ഉപേക്ഷിക്കും, അവർക്ക് ബഹുമാനമില്ല, തുടങ്ങി. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ അനുഭവം ജീവിതത്തിൽ എപ്പോഴാണ് ആദ്യമായിട്ടുണ്ടായത്? അത് യഥാർത്ഥത്തിൽ ഈ പങ്കാളിയോട് തന്നെയാണോ, അതോ വളരെ മുമ്പേ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഉണ്ടായതാണോ? ഉത്തരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചോദ്യം മനസ്സിൽ സൂക്ഷിക്കാം. കാരണം ചിലപ്പോൾ ശരിയായ ചോദ്യം തന്നെയാണ് രോഗശാന്തിയുടെ തുടക്കവും. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആശയങ്ങൾ ഒരിക്കലും യഥാർത്ഥ ദുരുപയോഗത്തെ അല്ലെങ്കിൽ അതിക്രമത്തെയോ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു ബന്ധത്തിൽ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികമോ ആയിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് തന്നെ കാണണം. ആ സാഹചര്യങ്ങളിൽ സുരക്ഷയും അനുയോജ്യമായിട്ടുള്ള സഹായവും തേടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ നമ്മൾ പറയുന്നത് സുരക്ഷിതമായ ബന്ധങ്ങളിലും ആവർത്തിച്ചുണ്ടാകാവുന്ന അതിശക്തമായ വികാര പ്രതികരണങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. പലപ്പോഴും നമ്മുടെ പങ്കാളി നമ്മുടെ ശത്രുവാവണമെന്നില്ല, നമ്മുടെ അധ്യാപകനായിരിക്കാം. കാരണം അവനോ അല്ലെങ്കിൽ അവളോ കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും രോഗശാന്തി ആവശ്യമുള്ള ഇടങ്ങളാണ്. ഓരോ ബന്ധവും ഒരു കണ്ണാടിയായിരിക്കും. ആ കണ്ണാടിയിൽ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ മാത്രമല്ല, നമ്മളെ തന്നെയും കാണാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്.